എൻ്റെ പേര് ജോസഫ്. ഞങ്ങൾ നെടിവാട് ഇടവക ഇടുക്കി ജില്ലയിൽ നിന്നാണ് വന്നത്. ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഓഗസ്റ്റ് മാസം 2024 ഓഗസ്റ്റ് 1-ാം തീയതി കല്ല് കുടിച്ചിട്ട് ബോധമില്ലാതെ കിടന്ന ആളാണ്. ഈ നിങ്ങളുടെ മുമ്പിൽ ഈശോയും മാതാവും എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. കല്ല് കുടിച്ചിട്ട് കുടുംബത്തിന് 25 വർഷം എൻ്റെ മക്കളും പെണ്ണുമ്പളയും കൂടെ ഒരുപാട് കണ്ണീര് കുടിച്ച മകനാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ദൈവം എന്നെ മാതാവ് ഒരു യൂട്യൂബിൽ കൂടെ ജോസഫ് അച്ഛൻ്റെ കല്ല് കുടിച്ച് പൂർണ്ണമില്ലാതെ കിടക്കുമ്പോൾ കണ്ടതാണ്. 2024 ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. 1-ാം തീയതി മദ്യം കിട്ടാതിട്ട് പോലും വില കൂടുതൽ കൊടുത്ത് മേടിച്ച് കൊണ്ടുവന്ന് കുടിച്ചിട്ട് ബോധമില്ലാതെ വണ്ടി ഡ്രൈവറാണ് ഞാൻ. ലോകം മുഴുവൻ വണ്ടി ഓടിക്കുന്ന ഇന്ത്യയിലെ ഡ്രൈവറാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് എനിക്ക് ജോസഫ് അച്ഛൻ്റെ ടോക്ക് കിട്ടിയത്. അത് കേട്ടു. അന്നേരം ഞാൻ പറഞ്ഞു, മാതാവേ കനിയുമെങ്കിൽ എൻ്റെ പാണുപാത്രം എടുത്ത് കളഞ്ഞ് എന്നെ ഇതിൽ നിന്ന് പുത്തനാക്കണമേ. ഈ കല്ല് കൂടിയിരുന്ന് എന്നെ നല്ല മനുഷ്യരുടെ മുമ്പിൽ നന്നായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഈ മദ്യപാനം എന്നെ കെടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം തൊട്ട് ഞാൻ എല്ലാം ഉപയോഗിക്കാറുണ്ട്. ബീഡി, സിഗരറ്റ്, ബാക്കിയുള്ള പുകയിലകളെല്ലാം. 2-ാം തീയതി തൊട്ട് ഈ 1 വർഷമായി ഇന്ന് വരെ മാതാവ് എത്ര ഇടയിലെ കൂടെ പോയി നടന്നു വന്ന് കല്ല് കുടിക്കാൻ പോലും ഉണ്ടെങ്കിൽ പോലും എന്നെ മാതാവ് അതിലിരുന്ന് എന്നെ മാറ്റി നിർത്തി. ഈശോയും തിരുക്കുമാരനും കോടി നന്ദി പറയുന്നുണ്ട്. എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയതും എല്ലാം മാതാവ് ഈശോയാണ്. അതിന് പരമായിട്ട് ഇതിൻ്റെ സ്നേഹമായിട്ട് എൻ്റെ ഭാര്യ 30 വർഷമായി നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് കണ്ണുനീര് കുടിച്ച ഭാര്യയാണ് കൂടെ നിൽക്കുന്നത്. ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ ഉപേക്ഷിച്ച് പോകാമായിരുന്നു. പക്ഷേ എൻ്റെ ഭാര്യ അത്രയും സഹിച്ച് എൻ്റെ കല്ല് കുടിയും ഈ വളക്കൊന്നുമില്ല. പക്ഷേ എന്നാലും കല്ല് കുടിച്ചിട്ട് കുടുംബത്തിന് സമാധാനം ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഭാര്യ 30 വർഷമായിട്ട് എന്നെ സ്നേഹിച്ച് എന്നെ ഈ നിലയിൽ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്ന് 25 വർഷം കണ്ണുനീരോടെ ഒരു ദിവസം പോലും പള്ളിയിൽ പോകാതിരിക്കാൻ ഞായറാഴ്ച ദിവസം കുർബാന മുടക്കത്തില്ല. അങ്ങനെ എൻ്റെ ഭാര്യ ഒരുപാട് കഷ്ടപ്പെട്ട് ദൈവം അതിനുള്ള ഫലം എനിക്ക് നല്ല ബുദ്ധിയെ തന്ന് നല്ല 2 മക്കളെ തന്നത് ഈ വളക്കാനുള്ള സാഹചര്യം തന്നു. ഞങ്ങൾ ഒരു സ്ഥലം മേടിച്ച് ഒരു 10-15 വർഷമായിട്ട് അവിടെ താമസിക്കുമായിരുന്നു. അത് വഴിയില്ലാതെ കൊണ്ട് ആർക്കും വേണ്ട. ഞങ്ങൾ റോഡ് സൈഡിലെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി റോഡ് സൈഡിൽ വീട് മേടിക്കാം, അത് വിൽക്കാൻ നോക്കിയിട്ട് ആർക്കും വേണ്ട. ഞാൻ ഓഗസ്റ്റ് 2-ാം തീയതി 1-ാം തീയതി തീരുമാനമെടുത്തു. 5-ാം തീയതി തൊട്ട് ഒരാൾ എൻ്റെ പുറകെ വന്നു ആ സ്ഥലം വേണം ഞങ്ങൾ മേടിച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സതിച്ച് പോയി മേടിച്ചെന്നു പറഞ്ഞേക്കരുത്, വഴിയില്ല, നടപ്പ് വഴിയേ ഉള്ളൂ, അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ വിലയ്ക്ക് തന്നെ അവർ മേടിക്കുകയും ചെയ്തു. ഇതാണ് ആദ്യം കിട്ടിയ അത്ഭുതം. രണ്ടാമത്തത് ഞങ്ങൾ ഇതെല്ലാം അതും വിറ്റു, വേറെ വീടൊക്കെ മേടിച്ചു, മാറി. അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയത്, ഞാൻ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. ബാംഗ്ലൂർ വെച്ച് ഭയങ്കര തിരക്കുള്ള ടേൺ ചെയ്യാനായിട്ട് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് സിഗ്നൽ ഇട്ട് കൈ കാണിച്ച് ഇൻഡിക്കേറ്റർ വണ്ടി തിരിക്കുമ്പോൾ 2 കാറ് വന്ന് സ്പീഡ് എന്നു വെച്ചാൽ അതിനാണ് എൻ്റെ മാതാവിൻ്റെ കൊന്ത എൻ്റെ കഴുത്തിൽ കിടപ്പുണ്ട്. അങ്ങനെ മാതാവ് കാത്തതാണ്. ഞാൻ കണ്ണടച്ച് നിന്ന് പോയി 2 കാറും വന്ന് എൻ്റെ വണ്ടിയിൽ അടിച്ച് തകർന്നു പോയെന്ന് ഓർത്താൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം വന്ന വഴിയിൽ കൂടെ തന്നെ 2 കാറ് പരന്ന് ഇതിൽ മാറിക്കൊണ്ട് നിർത്തിയിട്ട് അവർ വന്ന് എന്നോട് ക്ഷമ ചോദിച്ചിട്ട് പോയി. കാര്യം എൻ്റെ വണ്ടിയാണ് കുറുക്ക് നിൽക്കുന്നത്. അപ്പം മാതാവ് എൻ്റെ കൊന്ത കഴുത്തിലെ ഇരിക്കണം. മാതാവ് ഇല്ലതുകൊണ്ട് എന്തോ ഒരു കഷ്ടമാണ്. ഈ യൂട്യൂബ് കാണുന്നതും ഈ കൃപാസനത്തിൽ വരുന്ന എല്ലാവരും വിശ്വാസമായിട്ട് വന്നു കഴിഞ്ഞാൽ മാതാവ് നിങ്ങളുടെ കൂടെ ഇവിടുന്ന് കൂടെ വരും. എവിടെ പോയാലും സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെ ഉറപ്പായിട്ടും വന്നിരിക്കും. ആരും സംശയിക്കരുത്. ഞാൻ സംശയത്തിലൂടെ പള്ളിയിൽ പോലും പോകാതെ എൻ്റെ ഭാര്യ പോയപ്പോൾ പോലും ഞാൻ പറഞ്ഞു, ദൈവത്തോട് നീ പോയി പള്ളിയിൽ കിടന്നോളാന്ന് പറഞ്ഞ ആളാണ്. ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം കൊണ്ടുവന്ന് ഇത്ര പേരിന് മുമ്പിലേ എൻ്റെ അമ്മയും തിരുക്കുമാരനും എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും പോയിട്ട് പോലും ഇപ്പം 1 വർഷമായിട്ട് കല്ലുകൂടിയും ഇതൊന്നും ഇല്ലാതെ ഇത്രയും സന്തോഷമായിട്ട് വന്നത് അമ്മയും മാതാവിൻ്റെ അടുത്ത് വന്നതുകൊണ്ടാണ്. പ്രിയ ഭർത്താവങ്ങൾ, എനിക്ക് പന്നിടത്തോളം ഈ ചിലപ്പോൾ അനാഥാലയത്തിലൊക്കെ പോയി അവർക്ക് 1 മാസത്തിന് ഒരാഴ്ചയ്ക്കുള്ള ഭക്ഷണത്തിലുള്ള പൈസ
ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട്. വഴിയിൽ ആരെങ്കിലും ഈ പാവപ്പെട്ടവർ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നൊന്നും ഉള്ളതുപോലെ ഞാൻ കൊടുക്കാറുമുണ്ട്. കണ്ണീർ പ്രവൃത്തികൾ അത്രയും ചെയ്യുന്നു. പക്ഷേ ഈ പത്രങ്ങൾ എല്ലാം ഇവിടുന്ന് 5 ജില്ലയിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ പോകുന്നുണ്ട്. ഞാൻ വണ്ടിയിൽ പോകുന്നു, തമിഴ്നാട് പത്രം കൊണ്ട് തമിഴ്നാട്ടിലേക്കും കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട് പത്രം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറ്റുന്നതോളം കാര്യം ഈ പത്രങ്ങൾ എല്ലാ മാസവും കഴിഞ്ഞ 1-ാം തീയതി മാത്രം ഞാൻ വന്ന് പത്രം മേടിക്കാൻ വന്നില്ല. അല്ലെങ്കിൽ എല്ലാ മാസം 4 മാസം പുതുക്കി ഈ ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് എല്ലാം 1-ാം തീയതി വന്ന് ഞാൻ 5 കെട്ട് പത്രം മേടിച്ചിട്ട് കൊടുക്കും. അതുകൊണ്ട് ആയിട്ടില്ല. ഇന്ന് ജീവിതകാലം മുഴുവനും ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ അനുഗ്രഹമായിട്ട് നടക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് നല്ല നന്മകളൊക്കെ ചെയ്യണം. കാരണം ഈ പ്രവൃത്തികൾ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ചില വീടുകളിൽ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ചാപ്പാടും ഭക്ഷണമൊക്കെ മേടിച്ച് കാശ് കൊടുക്കാറുണ്ട്, ഭക്ഷണം മേടിച്ച് കൊടുക്കാറുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അനുതപിക്കുന്ന പാപിയെ പ്രതി സ്വർഗത്തിൽ കൂടുതൽ ആനന്ദമുണ്ടാകുമെന്ന് ഈശോ സുവിശേഷങ്ങളിൽ നമ്മളോട് പറയുന്നു. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും അനുതാപത്തോടും കൂടിയാണ് ഇന്ന് ജോസഫ് തൻ്റെ ജീവിത പങ്കാളിയോടുകൂടി ഈ പരിശുദ്ധമായ അൾത്താരയിൽ കയറിയെന്ന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വേണ്ടി സാക്ഷ്യം വഹിക്കുന്നത്. തൻ്റെ 25 വർഷത്തെ വലിയ ഒരു മദ്യപാന ജീവിതത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഈശോയോട് നന്ദി പറയുന്നത്. 25 വർഷം താൻ അനുഭവിച്ച ഒരു വലിയ മോശമായ ജീവിത രീതിയിൽ നിന്ന് ഇനി നിത്യതയോളം ഈശോയെ സ്നേഹിക്കുവാനും ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുവാനുള്ള വലിയ ഉറച്ച തീരുമാനമായിട്ടാണ് അദ്ദേഹം ഈ അൾത്താരയിൽ നിന്നിറങ്ങുന്നത്. താൻ എന്തെല്ലാം നഷ്ടപ്പെടുത്തിയോ അതിൽ നിന്നെല്ലാം വിശുദ്ധ ജീവിതത്തിലൂടെ, പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ഒരു ജീവിതത്തിലൂടെ ഈശോയ്ക്ക് വേണ്ടി എല്ലാം വെട്ടിപ്പിടിക്കുവാനും തൻ്റെ ഓട്ടം വളരെ നന്നായി ഓടുവാനുമാണ് സുവിശേഷങ്ങളിലൂടെ അദ്ദേഹം ജീവിക്കാൻ തുടങ്ങുന്നത്. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന, ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഉടമ്പടിയെടുത്ത നിമിഷം മുതൽ അദ്ദേഹത്തിന് സാധിച്ചു കിട്ടിയെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഉടമ്പടിയെടുത്ത് ഇറങ്ങിയ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ മദ്യപാനത്തിൽ നിന്നുള്ള വിടുതൽ, ആ ആസക്തി അദ്ദേഹത്തിന് വിടുതലുണ്ടായി എന്ന് അദ്ദേഹം നമ്മോട് സാക്ഷ്യപ്പെടുത്തി. സ്ഥിരീകരണ സമയത്ത് അദ്ദേഹം പറയുകയായിരുന്നു, അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ട് എനിക്കിപ്പോഴില്ല. എനിക്ക് മദ്യപിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. എനിക്ക് അവരെയെല്ലാം നഷ്ടപ്പെട്ടു. ചിലരെയെല്ലാം ഇപ്പോൾ അതിൽ നിന്ന് വിടുതൽ കൊടുക്കാനുള്ള ഒരു വലിയ കൃപ കൂടി എനിക്ക് ലഭിച്ചു എന്നുകൂടി അദ്ദേഹം അവിടെ സ്ഥിരീകരിക്കുകയുണ്ടായി. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം, പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം. ഈ മയക്കുമരുന്ന്, മദ്യപാനം എന്ന ഈ വലിയ മഹാമാരി നമ്മുടെ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിനൊരു വഴിയില്ലായിരുന്നു. അതുകൊണ്ട് ആ സ്ഥലം വിറ്റുപോകാതെ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിച്ച് അദ്ദേഹം ആ സ്ഥലം ആരെയും പറ്റിച്ച് വിൽക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് ആ സ്ഥലം മേടിക്കാൻ വന്ന ആ വ്യക്തിയോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ പറ്റിക്കുന്നില്ല, ഈ സ്ഥലം നിനക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഇതിന് വഴിയില്ല. പക്ഷേ അദ്ദേഹം വളരെ വിശ്വസ്തയോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ആ ഏറ്റുപറച്ചിൽ സ്വീകരിക്കുകയും ആ സ്ഥലത്തിന് ഒരു കച്ചവടമാവുകയും ചെയ്തു എന്ന് ഏറ്റുപറയുന്നു. നമുക്ക് സാധിക്കാത്ത അസാധ്യമായ കാര്യങ്ങളാണ് നമ്മുടെ ഉടമ്പടിയിൽ നാം 6 നിയോഗങ്ങളിൽ എഴുതുന്നത്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്നുള്ള ആ നിയോഗത്തോടു കൂടി തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമുക്ക് സാധിച്ചു തരികയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ നമുക്ക് എല്ലാ നമ്മുടെ ഒഴിഞ്ഞ കൽഭരണികളും നിറച്ച് വളരെ വീര്യമുള്ള ഒരു ലഹരിയുള്ള ഒരു ജീവിതം നമുക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നൊരു ജീവിതം നൽകി എപ്പോഴും ഈശോയുടെ കൂടെ ആകുവാനും പരിശുദ്ധ അമ്മയോടുകൂടി സഞ്ചരിക്കുവാനുള്ള കൃപ ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ലഭിക്കുന്നു എന്ന് അദ്ദേഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. നമുക്കറിയാം, ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന എല്ലാവരും തന്നെ തങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് എപ്പോഴും അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് പലരും ഇവിടെ പറയുന്നു. ആക്സിഡൻ്റ് ഉണ്ടാകാൻ പോകുന്നതിന് മുൻപും ഉണ്ടായി കഴിയുമ്പോഴും പരിശുദ്ധ അമ്മ വളരെ സംരക്ഷണം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു വലിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം ഏറ്റു പറയുന്നു. നമ്മുടെ കയ്യിലുള്ള ആ ഒരു
കാശുരൂപത്തിൻ്റെ ഉടമ്പടി വസ്തുക്കളുടെ വലിയ ശക്തിയാണത്. പരിശുദ്ധ അമ്മ നമ്മോടുകൂടി സഞ്ചരിക്കുന്നതാണ് ആ കാശുരൂപവും പിന്നെ ഉടമ്പടി വസ്തുക്കളും. ജോസഫ് അച്ഛൻ പറയാറുള്ളത് പോലെ അതിനെ പ്രവർത്തന നിരതമാക്കേണ്ട വലിയൊരു ആവശ്യകതയുണ്ട്. നാം കാശുരൂപം വെറുതെ കയ്യിൽ വെച്ചതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മോടുകൂടി സഞ്ചരിക്കുകയില്ല. നാം എപ്പോഴും ജപമാലയിലൂടെയും ദൈവവചനത്തിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും നാം എപ്പോഴും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കേണ്ട വലിയ ആവശ്യമുണ്ട്. നാം എപ്പോഴും ആ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നാം എപ്പോഴും നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ആ തൈലം പൂശുമ്പോഴെല്ലാം നമുക്ക് വലിയ നമുക്കെപ്പോഴും വിടുതലുണ്ടാകുന്നു. എപ്പോഴും സ്വർഗീയ അനുഭവത്തിലൂടെ സഞ്ചരിക്കാനും പ്രവർത്തിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു. എപ്പോഴും കൃപയിലായിരിക്കുവാൻ, ഉടമ്പടി എപ്പോഴും ആക്ടിവേറ്റ് ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.